ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അൽഫിൻ അബ്ദുൽ സലാം. നമ്മളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം UGC നെറ്റിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഡിസംബർ 2022 നെറ്റ് എക്സാം ജനുവരി നടന്ന ജനുവരി 3-ാം തീയതി മുതൽ നടന്നു പോയിട്ടുള്ള പരീക്ഷയുടെ റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഒരുപാട് നാൾ കാത്തിരുന്ന, ഒരുപാട് നാൾ പ്രിപ്പയർ ചെയ്ത, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടൊരു പരീക്ഷ കൂടിയായിരുന്നു UGC നെറ്റ് 2024 ഡിസംബർ എന്നുള്ളത്. നമുക്കതിൻ്റെ റിസൾട്ട് അനാലിസിസിലേക്ക് കിടക്കാം. നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ 8,49,166 പേരാണ് മുഴുവൻ എക്സാം രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ. അതായത് ഏകദേശം 8,50,000-ത്തിലധികം പേർ, അധികമല്ല അതിനുള്ളിലുള്ള പേര് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, UGC നെറ്റിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എഴുതിയത് എത്ര പേര് മാത്രമാണ്? 6,49,490 പേര്. അതായത് 6,50,510 പേര് കുറവ്. ഇത്രയും പേരാണ് എന്ത് എഴുതിയിട്ടുള്ളത്, പരീക്ഷ എഴുതിയിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ എന്ത് ചെയ്തിട്ടില്ല, എക്സാം അറ്റൻഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് എക്സാം മാറ്റിവെച്ച്, അല്ലെങ്കിൽ എക്സാം ജൂണിലെ എക്സാം പോസ്റ്റ്പോൺ ചെയ്തത് കൊണ്ട് ജൂണിലെ എക്സാം നമുക്ക് റീ എക്സാം നടക്കുകയുണ്ടായി. അതിൻ്റെ റിസൾട്ടൊക്കെ വന്നപ്പോൾ ഏകദേശം സെപ്റ്റംബറായി. അങ്ങനെ സെപ്റ്റംബറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് പ്രിപ്പറേഷനൊക്കെ താമസിച്ച് ആരംഭിച്ച് പഠിച്ചിട്ട് കാര്യമില്ല എന്നോർത്തിരുന്ന 2 ലക്ഷം പേരായിരിക്കാം ഇവർ തമ്മിലിടയ്ക്കുള്ള ഗ്യാപ്പിലുള്ള 2 ലക്ഷം പേര്. ഈ 6,49,490 പേരിൽ 5,158 പേർക്ക് മാത്രമാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, JRF ലഭിച്ചിട്ടുള്ളത്. 48,161 പേർക്കാണ് എന്ത് ലഭിച്ചിട്ടുള്ളത്, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പും അഡ്മിഷൻ ടു PhD നെറ്റ് ലഭിച്ചിട്ടുള്ളത് 48,000 പേർക്ക്. 1,14,445 പേർക്കാണ് അഡ്മിഷൻ ടു PhD ലഭിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ റിസൾട്ട് കട്ട് ഓഫുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കട്ട് ഓഫ് കുറഞ്ഞിട്ടാണുള്ളത്. 220,000 206 എക്കണോമിക്സ് കുറഞ്ഞു. കൊമേഴ്സ് 220 തന്നെയാണ് കട്ട് ഓഫ് ഇത്തവണ വന്നിട്ടുള്ളത്. അൺറിസർവ്ഡ് മാനേജ്മെന്റിൽ 220 ഇംഗ്ലീഷിലും കഴിഞ്ഞ തവണ പേഴ്സൻറ്റൈൽ കണക്കിലായിരുന്നു, കാരണം അവിടെ എഴുതിയ ആളുകൾ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ മാർക്ക് കൃത്യമായിട്ട് കഴിഞ്ഞ തവണ തരാതിരുന്നത്. ഇത്തവണ 214 മാർക്കാണ് ഇംഗ്ലീഷിൻ്റെ ജനറൽ എന്തിലേക്ക് വേണ്ടിയവർ നമുക്ക് JRFന് വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള കട്ട് ഓഫ്. അതേസമയം നെറ്റിൻ്റെ കാര്യത്തിലോ 188 ഇംഗ്ലീഷിൽ, 194 മാനേജ്മെൻറ്റിൽ, 168 OBCക്കാണ്. എക്കണോമിക്സിൽ 180 കട്ട് ഓഫ് വന്നിട്ടുള്ളത്. ഈ കട്ട് ഓഫ് നിലവാരം നമ്മളോട് പറയുന്നത് എന്താണ്? പ്രിപ്പറേഷൻ പൊതുവെ ആളുകൾക്ക് കുറവായിരുന്നു. കാരണം കട്ട് ഓഫിനെ നിർണ്ണയിക്കുന്നത് എലമെന്റ് എന്ന് പറയുന്നത് എഴുതിയ ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് ആപ്ലിക്കൻസും അവരുടെ ആവറേജ് സ്കോറുമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ജൂണിലെ റീ എക്സാം എഴുതിയതിനെക്കാട്ടിലും ആളുകൾക്ക് ഇത്തവണ സ്കോർ ചെയ്യുക എന്നുള്ളത് താരതമ്യേന ഡിഫിക്കൽട്ടായിരുന്നു. കാരണം എന്തായിരിക്കും? ഓബ്വിയസ്ലി പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കുകളും എക്സാം പാറ്റേണിലുള്ള വ്യത്യാസവും അതിൽ വലിയൊരു എലമെൻ്റ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം കഴിഞ്ഞ തവണ നമ്മൾ കണ്ടുവന്നൊരു എക്സാം പാറ്റേൺ അല്ലായിരുന്നു നമുക്കിപ്പോൾ ജനറൽ പേപ്പറിലേക്ക് ഉൾക്കൊള്ളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മാർക്കിൻ്റെ വെയിറ്റേജിൽ വന്നിട്ടുള്ള വ്യത്യാസം വളരെ വലുതാണ്. മാർക്കിൻ്റെ വെയിറ്റേജ് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയായിരുന്നു? കഴിഞ്ഞ തവണ 10 യൂണിറ്റുകൾ 50 ചോദ്യങ്ങൾ, അതിൽ 5 ചോദ്യങ്ങൾ വെച്ച് ഓരോ യൂണിറ്റിനും എന്നുള്ള തലക്കലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്ക് ICTയിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വെയിറ്റേജിൽ വളരെ അണീവൺ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ നിന്നും പുതിയ പുതിയ ചോദ്യങ്ങളും പുതിയ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടും പൊതുവെ എക്സാമിൻ്റെ ഒരു സ്വഭാവം കുറേ അധികം ആളുകൾക്ക് ടഫായിരുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് കട്ട് ഓഫ് നിലവാരം കുറഞ്ഞതിനെ നമുക്ക്
അങ്ങനെ നമുക്ക് നോക്കിക്കാണുവാനായിട്ട് സാധിക്കും. ഈ കട്ട് ഓഫ് കുറയുക എന്ന് വെച്ചത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, എഴുതിയ ആളുകൾ ഈ 2 ലക്ഷം പേര് എഴുതാതിരുന്നത് കൊണ്ട് ഈ കട്ട് ഓഫിൽ വ്യത്യാസം വരാം. അതായത് നമ്മൾ പറയുന്ന പോലെ തന്നെ ആവറേജ് എടുക്കുമ്പോൾ എത്രത്തോളം നമുക്ക് കൂടുതൽ ഡേറ്റ ഉണ്ടോ അതിനനുസരിച്ച് എന്ത് മാറും, ആവറേജിൻ്റെ സ്വഭാവവും മാറും. ഈ ആവറേജിനെ ബാധിക്കുന്നത് എത്ര ഉണ്ടോ അല്ലെങ്കിൽ എത്ര പേരെഴുതി ഇത്രയും പേരുടെ മാർക്കുകൾ എന്തൊക്കെ എന്നുള്ളതായിരിക്കും നമ്മളെ കട്ട് ഓഫിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിലെ ടോപ്പ് മാർക്കുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് മാത്രമാണ് പേഴ്സൻറ്റേജ് കണക്കിൽ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എഴുതിയ ആളുകൾ കൈവരിച്ച മാർക്ക് ഇതിന് രണ്ടിനെയും ബേസ് ചെയ്തിരിക്കും നമ്മളുടെ കട്ട് ഓഫ്. ഈ കട്ട് ഓഫിലാണ് നമുക്ക് CCയിൽ മാത്രം എത്രയാണ് 13 JRFും 104 നെറ്റും 230 PhDയും നമുക്ക് കൈവരിക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിന് പുറകിലുള്ള ഒരേ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി തന്നെയാണ്. നമ്മുടെ അവസാന ലാബ് റിവിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൻസറിങ് പാറ്റേണും തന്നെയാണ് ഇതിൽ നമുക്ക് ഇത്രയും റിസൾട്ട് നമുക്ക് കൈവരിക്കുവാനായിട്ട് സഹായിച്ചിട്ടുള്ളത്. കാരണം നമുക്കൊരിക്കലും നെറ്റ് പോലൊരു പരീക്ഷയിൽ ഇന്ന ചോദ്യം വരും എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത്രയും വലിയ ഡാറ്റ പൂളിൽ നിന്ന്, ഇത്രയും വലിയ നോളജ് സ്ട്രക്ചറിൽ നിന്ന്, ഇത്രയും വലിയ സിലബസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യുമ്പോൾ, ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരും സിസ്റ്റംസും ക്വസ്റ്റ്യൻ ജനറേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരിക്കലും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിനെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോളജിനെ എങ്ങനെ PYQ ഓറിയൻറ്റഡ് ആയിട്ട്, PYQ ഓറിയൻറ്റഡ്, MCQ ഓറിയൻറ്റഡ് ആയിട്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കും. എങ്ങനെ ഒരു കാൻഡിഡേറ്റിനെ നെറ്റ് പെർസ്പെക്റ്റീവിലേക്ക് ക്വസ്റ്റ്യൻസിനെ കാണുവാനും അവരുടെ നോളജിനെ നെറ്റ് പെർസ്പെക്റ്റീവിലേക്ക് ഷെയ്പ്പ് ചെയ്യുവാനും സാധിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി. ഈ മെത്തഡോളജിയാണ് എല്ലാവരും എന്ത് ചെയ്യേണ്ടത്, എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ മേക്ക് ചെയ്യേണ്ട കാര്യം. നമുക്ക് JRF കിട്ടിയ കുട്ടികളിൽ ലാസ്റ്റ് ലാബ് റിവിഷൻ കൊണ്ട് മാത്രം റിസൾട്ട് കൈവരിക്കാൻ സാധിച്ച സുഹൃത്തുക്കളും ആസ്പിരൻസും നമുക്കൊപ്പമുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ സ്ട്രാറ്റജി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളെ എങ്ങനെയാണോ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ പരീക്ഷയുടെ പെർസ്പെക്റ്റീവിലേക്ക് നിങ്ങളുടെ നോളജിനെ ഷേപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി ജൂൺ എക്സാമിലേക്ക് വരുമ്പോൾ നമുക്ക് ഇനിയും പാറ്റേൺ ചേഞ്ച് പ്രതീക്ഷിക്കാം. ഇനിയും ക്വസ്റ്റ്യൻ പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ വ്യത്യാസം വരാം. കാരണം ഇനിയും എക്സാം ടഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആളുകൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഡിസംബറിലേക്ക് നമുക്കൊരു സിലബസ് ചേഞ്ച് കൂടെ എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വരുന്ന ജൂണിൽ തന്നെ നമുക്ക് വേണ്ട പോലെ പഠിച്ചാൽ, നമുക്ക് വേണ്ട രീതിയിൽ പഠിച്ചാൽ നെറ്റ് എന്നല്ല നമുക്ക് ആ ടോപ്പ് 5,000 എമംഗ് 6,50,000 എന്നുള്ള കണക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ 120 ഡേയ്സ് വിക്ടറി ബാച്ച്, 120 ഡേ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ജൂണിനുള്ളിൽ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ വന്നാലും എത്രയൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചാലും നമ്മൾക്ക് അറിയാവുന്ന പൂളിൽ നിന്ന്, നമുക്കറിയാവുന്ന നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഡേറ്റയിൽ നിന്നും, നമ്മളുടെ നോളജിൽ വെച്ചും, നമ്മളുടെ സ്റ്റഡീസിൽ നിന്നും എങ്ങനെയാണ് MCQസിനെ ഫേസ് ചെയ്യാൻ നമ്മൾ തയ്യാറാവേണ്ടത്, എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇത് ഇന്ന പോർഷനിലാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് മനസ്സിലാകുന്നതും, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് വേഗമായിട്ടുള്ള ഐഡിയ മാത്രമുണ്ട് എങ്കിൽ പോലും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അവിടെ എത്താമെന്നുള്ളതും, ക്വസ്റ്റ്യൻസിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽസ് ആയിട്ടുള്ള 50, 30, 20 റേഷ്യോ മനസ്സിലാക്കിക്കൊണ്ട് ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി അനലൈസ് ചെയ്തുകൊണ്ട്, പാറ്റേൺ അനലൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്ത് സമയബന്ധിതമായിട്ട് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആൻസേഴ്സ് നേടിക്കൊണ്ട് JRFലേക്ക് എത്താമെന്നുള്ളതും നമ്മൾ ഈ കോച്ചിങ്ങിലൂടെ ഉറപ്പുവരുത്തി വിദ്യാർത്ഥികളെ നെറ്റ് റെഡിയാക്കി എക്സാമിലേക്ക് അയക്കുന്നത്. ഇതാണ് ദ റൈറ്റ്
ടൈം, ദി പെർഫെക്റ്റ് ടൈം. എന്താണ്? ഇനി വെറും 120 ദിവസങ്ങളാണ് നമ്മളുടെ മുമ്പിലേക്കുള്ളത്. ജൂണിലെ എക്സാം എത്തുമ്പോഴേക്കും നമ്മൾ നെറ്റ് റെഡി ആയിരിക്കണം. സിലബസ് ഫുൾ കവർ ചെയ്തുകൊണ്ട്, സിലബസിലെ ഫുൾ ഇൻഫർമേഷനെ നമ്മൾ പാക്കറ്റ്സ് ആക്കി മാറ്റിക്കൊണ്ട്, ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനിലൂടെ നമ്മൾ എക്സാം റെഡി ആകുവാനായിട്ട് ഏറ്റവും മികച്ച കോച്ചിങ് അനിവാര്യം തന്നെയാണ്. കാരണം സെൽഫ് സ്റ്റഡി നമ്മളെ എത്തിക്കുന്ന ഒരു ലെവലിനപ്പുറത്തേക്കാണ് നെറ്റിൻ്റെ ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് സിസ്റ്റം, വേണ്ട എക്സാം ഗൈഡൻസ്, വേണ്ട റെക്കറിംഗ് ആയിട്ട് നടത്തപ്പെടേണ്ട മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്ത് നമ്മൾ എക്സാം ഫെമിലിയർ ആയാൽ മാത്രമേ നമുക്ക് JRF ക്വാളിഫൈ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ JRF സ്വപ്നം നേടിത്തരാൻ വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കർ റെഡിയാണ് വിത്ത് ദ 120 ഡേ വിക്ടറി ബാച്ച്. ഈ ജൂണിൽ തന്നെ JRF എന്നുള്ള സ്വപ്നം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൈവരിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ JRF വിക്ടറി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാനുള്ള ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ടും നെറ്റിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആസ്പിരൻറ്റ് സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. സോ ഇറ്റ്സ് മീ ആൽഫിൻ സൈനിങ് ഓഫ്. താങ്ക് യു.